മുട്ടച്ചാമ്പൂതിരി എന്ന് വെച്ചാൽ നാക്കെടുത്ത ചീത്തയല്ല ഒരു അതുപോലത്തെ അങ്ങനെ പറയാൻ സാറിന് അറിയാൻ വേണ്ടിയിട്ടാണ്. മൂകാംബിക ക്ഷേത്രത്തിൽ ഒരിക്കൽ പോയി. അന്നേരം അവിടുത്തെ ത്രിമധുരമുണ്ട്, കദളിപ്പഴവും തേന് മറ്റേ ശർക്കര, അങ്ങനെ 3 മധുരം. അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ തിന്നേം വേണം. ഇങ്ങനെ എന്താ പറയുക, പൂജാരി എടുത്തോണ്ട് തൊട്ടിയും കാരോടത്തേക്ക് തൊട്ടിയും കാരൊക്കെ പൂജാരി അതിട്ട് അങ്ങോട്ട് പോയിട്ട് ഇയാൾ വായി കയറി നാട്ടുകാരൻ്റെ അവിടെ പിടിച്ചിട്ടൊക്കെ ഇടിച്ച് കേട്ടോ. അതിനുശേഷം ഇങ്ങനെ എന്തോ പറഞ്ഞാൽ ഇങ്ങനെ ചീത്ത പക്കാ ചീത്തയല്ല ഒരു ഭാഗം. ഇത് കേൾക്കുന്നവർക്കെല്ലാം അങ്ങനെ രസമായി. കേൾക്കുന്നവരാരും രാജാക്കന്മാരുടെ മുമ്പിലൊക്കെ പോയി രാജാക്കന്മാരെ ചീത്ത പറയും. എന്നാലും അദ്ദേഹം പറയുന്ന ആർക്കും ബോധിക്കാതിരിക്കില്ല. വികട സരസ്വതിയാണ് നാട്ടിലെന്ന് പറയും. പക്ഷേ അദ്ദേഹം ചീത്ത പറഞ്ഞാലും അത്യാവശ്യത്തിൻ്റെതായ കുറച്ച് ക്വാളിറ്റികളുണ്ട്. അത് ഡെവലപ്പ് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. പക്ഷേ എന്തോ ഈ വിശേഷം വേണ്ടേ മനുഷ്യന് പറഞ്ഞ് ദൈവം അറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവന് കുറച്ച് നല്ല നല്ല വിദ്യകളും കലകളും എല്ലാം അറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തോ ചെയ്യുന്നു, അവൻ ആരെയും ആക്ഷേപിക്കുകയും ആരെയും സാറുമാരോട് ബഹുമാനം ഇല്ലാതെ സംസാരിക്കുകയും ആരെയും ആക്ഷേപിക്കുന്ന അവനോട് ബാക്കിയുള്ളവർ നീ നല്ലതായിട്ട് നിന്നാൽ എന്നോട് എത്ര സ്നേഹം ആൾക്കാർക്ക് കരിമ്പെന്ന് വെച്ചാൽ അതിനെന്താ വരുമ്പോ സ്വയം പഠിച്ചു കൊടുക്കും. കരിമ്പെന്ന് നീര് പിടിച്ചെടുത്താൽ ചണ്ടി നീ അതിന്റെ ചണ്ടിയും ചണ്ടിയല്ല പറഞ്ഞ കരിമ്പ്. നല്ലൊരു ഉദാഹരണം പറയുമ്പോൾ ഒരു വാക്കിന് ദ്വയാർത്ഥം കൽപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചുമ്മാ കുറ്റപ്പെടുത്തിയല്ലോ ഒരു കാര്യം പറഞ്ഞത്. കുറ്റപ്പെടുത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, നിന്റെ സെയിം അത് ഏജല്ലേ ഉള്ളൂ ഈ കുട്ടിക്ക് എത്രയുണ്ട്? നിന്റെ സെയിം ഏജല്ലേ ഉള്ളൂ. അപ്പുറത്തിരിക്കുന്ന പയ്യൻ എത്ര മാന്യമായിട്ടാണ് ഇടപെടുന്നത്. കുട്ടികളെ കണ്ടുപിടിക്കാതെ പോയി എങ്ങനെയാ മറ്റുള്ളവർ ഇടപെടുന്നത്? എല്ലാവരും സ്വഭാവം ഒരുപോലെ ഇരിക്കത്തില്ല ഒരിക്കലും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതൊക്കെ ഇവിടെ കൊണ്ടെൻ്റെ പൊന്നുമക്കൾ എവിടെയെങ്കിലും ചിലവാകുന്നത് കൊണ്ട് കാണിച്ചോളൂ. ഇവിടെ ചിലവാകത്തില്ല ആ പരിപാടി. ഞാൻ കാണിക്കുന്നില്ല. നിന്നെക്കാട്ടി മുഖ്യവന്മാരോട് വന്നത് നാടി ഞാൻ ചിലവാക്കുന്നില്ലല്ലോ. നിന്നെക്കാട്ടിലേ അത് ആര് വെച്ച മുഖ്യവന്മാർ വന്ന് നാടിയിട്ട് അങ്ങ് വീട്ടിൽ ചെന്ന് പുറത്തതേ ഉള്ളൂ. പിന്നെ അവസാനം ഞാൻ ചെലവാക്കാൻ വരുന്നില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇപ്പോഴും കൊടുക്കുന്നത് അല്ല. മുഖ്യവന്മാരോട് വന്ന് ചിലവാക്കിയിട്ട് പോയില്ല. പിന്നെ ഇവരൊരു പണി കേട്ടോ. ജില്ലാറാലിക്ക് ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി ആയിട്ട് ആർക്കൊക്കെ ഒരു കൊടി അവിടെ വെച്ചിട്ടുണ്ട്. കുരിശല്ലേ സാറേ? ആ ഓണ്ടത് ഇതുപോലെ ഏതോ ഒരു മലയുടെ മേളിൽ കുരിശുണ്ട്. ഞങ്ങൾ സൈക്കിൾ റാലിക്ക് പോയി. അത് ഏത് മലയായിരുന്നു? അതിന്റെ മേളിൽ